ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. 2024ത്തെ ബെസ്റ്റ് ത്രില്ലർ മൂവീസ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? മലയാളം ത്രില്ലർ? എന്നാ ദാ പിടിച്ചോ. 10 ബെസ്റ്റ് മലയാളം ത്രില്ലേഴ്സ് ഓഫ് 2024. നമ്പർ 10 തലവൻ. 2 പോലീസ് ഉദ്യോഗസ്ഥരുടെ ഈഗോ ക്ലാഷും അതിനിടയിൽ ഒരു കൊലപാതകവും. അതിൻ്റെ അന്വേഷണമാണ് ഈ ചിത്രത്തിൻ്റെ സ്റ്റോറി. അനാവശ്യമായിട്ട് ഒരു ഡ്രാമയും ചേർക്കാതെ അന്വേഷണത്തിൽ തന്നെ പടം സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. ജിസ് ജോയ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ബിജു മേനോനും ആസിഫ് അലിയുമാണ് പ്രധാന വേഷങ്ങളിൽ. തലവൻ നിങ്ങൾക്ക് സോണി ലിവിൽ കാണാൻ പറ്റും. നമ്പർ 9 റൈഫിൾ ക്ലബ്. ഹണ്ടിങ്ങും ഷൂട്ടിങ്ങും പാഷനായി കരുതുന്ന സമാധാനമായി ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ക്ലബിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വരുന്നു. ആഷിഖ് അബു സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ദിലീഷ് പോത്തൻ, അനുരാഗ് കശ്യപ്, വാണി വിശ്വനാഥ് തുടങ്ങിയവരാണ് അഭിനയിച്ചത്. റൈഫിൾ ക്ലബ് ഒരു സിമ്പിൾ സ്റ്റോറി ഡെവലപ്പ് ചെയ്ത് മുഷിപ്പിക്കാതെ എൻഗേജിംഗ് ആക്കി കൊണ്ടുപോയിരിക്കുന്നു. കിടിലം കാസ്റ്റിംഗ് ആണ്. എല്ലാവരുടെയും നല്ല പെർഫോമൻസ് ഉണ്ട്. ടെക്നിക്കൽ ബ്രില്യൻസ് ആണ്. അതുപോലെ തന്നെ ആഷിഖ് അബുവിൻ്റെ സ്റ്റൈലിഷ് മേക്കിംഗ് പടത്തിൻ്റെ പോസിറ്റീവാണ്. പടം നെറ്റ്ഫ്ലിക്സിൽ നിങ്ങൾക്ക് കാണാം. നമ്പർ 8 ഗോളം. ഒരു ഓഫീസിൽ നടക്കുന്ന മരണവും അതിൻ്റെ അന്വേഷണവുമാണ് ചിത്രത്തിൻ്റെ പ്രമേയം. നല്ല സ്ക്രിപ്റ്റും ഡിഫറെൻറ്റ് മേക്കിങ്ങുമാണ് ചിത്രത്തിനുള്ളത്. സംജ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ രഞ്ജിത്ത് സജീവ്, ചിന്നു ചാന്ദിനി, ദിലീഷ് പോത്തൻ, സണ്ണി വെയിൻ തുടങ്ങിയവരാണ് അഭിനയിച്ചത്. പടം ആമസോൺ പ്രൈം വീഡിയോസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്പർ 7 ബോഗൻവില്ല. ഡോക്ടർ റോയ് തോമസിന്റെ ഭാര്യ റീതുവിന് കുറച്ച് ഓർമ്മ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒരു ക്രൈമുമായി ബന്ധപ്പെട്ട് റീതുവിനെ പോലീസ് തേടി വരുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളും പറയുന്ന ഈ സിനിമ മലയാളത്തിൽ നിന്നും കഴിഞ്ഞ വർഷം വന്ന ഒരു ഡീസൻറ്റ് സൈക്കോളജിക്കൽ ത്രില്ലറാണ്. അമൽ നീരദ് സംവിധാനം ചെയ്ത കുഞ്ചാക്കോ ബോബൻ, ജ്യോതിർമയി, ഫഹദ് ഫാസിൽ തുടങ്ങിയവരാണ് ഇതിൽ അഭിനയിച്ചത്. കുഞ്ചാക്കോ ബോബന്റെയും ജ്യോതിർമയുടെയും കിടിലൻ പെർഫോമൻസ്, ഒപ്പം അമൽ നീരദിന്റെ സ്റ്റൈലിഷ് മേക്കിങ്ങും. ഈ പടം നിങ്ങൾക്ക് സോണി ലിവിൽ കാണാൻ പറ്റും. നമ്പർ 6 അന്വേഷിപ്പിൻ കണ്ടെത്തും. കഴിഞ്ഞ വർഷത്തെ ലക്ഷണമൊത്ത ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. ഒരു ക്ലാസിക് സ്റ്റൈൽ ഉണ്ട് ഇതിന്. ഡാവിൻ കുര്യാക്കോ സംവിധാനം ചെയ്ത ടൊവിനോ തോമസ് നായകനായി വന്ന പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ ത്രില്ലറാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും. ഒരു 80ലെ പത്മരാജൻ, KG ജോർജ് ത്രില്ലർ പടങ്ങളൊക്കെ കാണുന്ന ഒരു ഫീൽ തന്ന സിനിമയാണിത്. അല്ലെങ്കിൽ അതിനെ ഓർമ്മിപ്പിച്ച ഒരു സിനിമയാണ്. നെറ്റ്ഫ്ലിക്സിൽ നിങ്ങൾക്ക് ഈ പടം കാണാവുന്നതാണ്. നമ്പർ 5 സൂക്ഷ്മദർശിനി. തൊട്ടടുത്ത വീട്ടിൽ ഒളിഞ്ഞു നോക്കുന്ന ചേച്ചിമാരുടെ കഥ പോലെ പറഞ്ഞ ഒരു ക്രൈം ത്രില്ലർ. അതും ഒരു സത്യൻ അന്തിക്കാട് സിനിമയുടെ കഥാന്തരീക്ഷത്തിൽ കൊണ്ടുവന്ന പടമാണിത്. MC ജിതിൻ സംവിധാനം ചെയ്ത ബേസിൽ ജോസഫ്, നസ്രിയ നസീം തുടങ്ങിയവർ അഭിനയിച്ച ചിത്രമാണിത്. പടം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. നമ്പർ 4 മഞ്ഞുമൽ ബോയ്സ്. പോയ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്ന്. ഒരു റിയൽ സംഭവം റിയലിസ്റ്റിക് ആയിട്ടും അവതരിപ്പിക്കുന്നതോടൊപ്പം തന്നെ വളരെ എൻഗേജിങ്ങും ത്രില്ലിങ്ങും ഇമോഷണലുമായി ഒരുക്കിയ എന്നുള്ളതാണ് ഈ സിനിമയുടെ വിജയം. ചിദംബരം സംവിധാനം ചെയ്ത ചിത്രമാണിത്. മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിലെ ഏറ്റവും ഹിറ്റായ മലയാള പടം. ഷൗബിൻ സാഹിർ, ശ്രീനാഥ് ബാസി, ദീപക് എന്നിവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ച പടമാണിത്. ഇളയരാജയുടെ ഗുണയുടെ കൺമണി അൻപോട് എന്ന പാട്ട് ഈ പടത്തിൻ്റെ വിജയത്തിന് വഹിച്ച പങ്ക് വലുതാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. നമ്പർ 3 ആട്ടം. ഒരു നാടക ക്യാമ്പിൽ നടക്കുന്ന ക്രൈം, അതിൻ്റെ പിന്നിലെ രഹസ്യം തേടുന്ന സിനിമയാണിത്. ആനന്ദ് ഏകാശി സംവിധാനം ചെയ്ത ആട്ടം. പടം കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് തിയേറ്ററിൽ റിലീസായതെങ്കിലും 2022 മികച്ച സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച പടമാണ്. ആമസോൺ പ്രൈം വീഡിയോയിൽ നിങ്ങൾക്ക് ഈ പടം കാണാവുന്നതാണ്. നമ്പർ 2 പൊരുൾ. ഒരു വെബ് സീരീസ് ആണ്. സിനിമകളോടൊപ്പം തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു മിസ്റ്ററി ത്രില്ലർ സീരീസ് ആണ്. 27 വർഷം മുമ്പ് കാണാതായ ഒരു 3 വയസ്സുകാരനെ അന്വേഷിക്കുന്ന, അവന് വേണ്ടി കാത്തിരിക്കുന്ന മേരിയുടെയും ഒപ്പം ഈ കേസ് വർഷങ്ങൾക്ക് ശേഷം അന്വേഷിക്കുന്ന ഒരു സൈബർ പോലീസ് ഉദ്യോഗസ്ഥനായ രവിയുടെയും കഥയാണ് പൊരുൾ. ഗൗതം സൂര്യ സംവിധാനം ചെയ്ത കഴിഞ്ഞ വർഷം കരിക്കിൽ റിലീസായതാണ് ഈ സീരീസ്. അതിമനോഹരമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള സ്ക്രിപ്റ്റാണ് ഇതിനുള്ളത്. അനു കെ അനിയൻ എന്ന നടൻ്റെ വേറിട്ട പ്രകടനം. ആരെങ്കിലും കാണാത്തവർ ഉണ്ടെങ്കിൽ മിസ് ചെയ്യേണ്ട. യൂട്യൂബിൽ കരിക്കിൻ്റെ ചാനലിലുണ്ട്, കണ്ടു. നമ്പർ 1 കിഷ്കിന്ധാകാന്ഡം. മുൻ മിലിറ്ററി ഓഫീസർ അപ്പുപിള്ളയുടെ വീടുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില സംഭവങ്ങളുടെയും ദുരൂഹതകളുടെയും കഥയാണ് കിഷ്കിന്ധാകാന്ഡം. ദിൻജിത്ത് ആയത്തൻ സംവിധാനം ചെയ്ത, ബാഹുൽ രമേശ് രചിച്ച ചിത്രമാണിത്. ആസിഫ് അലി, വിജയരാഘവൻ, അപർണ ബാലമുരളി എന്നിവരാണ് അഭിനയിച്ചിരിക്കുന്നത്. 3 പേരുടെയും ഗംഭീര പ്രകടനമായിരുന്നു. കൂടാതെ മുജീബ് മജീദിന്റെ മ്യൂസിക്കും തിരക്കഥയ്ക്കൊപ്പം മനോഹരമായ ദൃശ്യഭാഷ കൂടിയൊരുക്കിയ സ്ക്രിപ്റ്റ് റൈറ്റർ കം ക്യാമറാമാൻ ബാഹുൽ രമേശിന്റെ കാര്യവും എടുത്തു പറയേണ്ടതെന്ന്. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണിത്. ചിത്രം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. ഇനി ടോപ്പ് 10ൽ പെടാത്ത കുറച്ചുകൂടി പടങ്ങളുണ്ട്, അതുകൂടെ മെൻഷൻ ചെയ്തേക്കാം. CID രാമചന്ദ്രൻ. ഒരു ഡീസൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ഈ പടം. കുറച്ചുകൂടി ബഡ്ജറ്റ് ഉണ്ടായിരുന്നെങ്കിൽ പടം വേറെ ലെവലായേനെ.
ആനന്ദ് ശ്രീബാല മറ്റൊരു ഡീസൻറ്റ് ത്രില്ലർ. ഇതിൻ്റെ മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നൈസാണ്. രുദ്രം മറ്റൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള സൈക്കോ ത്രില്ലർ. ചിലപ്പോൾ OTTയിൽ റിലീസ് ആകുമ്പോൾ പടത്തിൻ്റെ കുറച്ചും കൂടി അപ്രിസിയേഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. മുറ കൊട്ടേഷൻ സംഘങ്ങളുടെ പകയുടെ കഥ പറഞ്ഞ ആക്ഷൻ ത്രില്ലർ. പണി കൊട്ടേഷൻ സംഘങ്ങളുടെ തന്നെ പശ്ചാത്തലത്തിൽ വന്ന മറ്റൊരു ആക്ഷൻ റിവെഞ്ച് ത്രില്ലർ. അപ്പം ഒരു സ്പെഷ്യൽ മെൻഷനും കൂടി ഉണ്ട്. ഒരു വെബ് സീരീസ് ആണ്. ഹോട്ട്സ്റ്റാറിൽ വന്ന 1000 ബേബീസ് എന്ന ത്രില്ലർ വെബ് സീരീസ്. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇനിയൊരു പുതിയ വീഡിയോയുമായി നിങ്ങൾ മുമ്പിൽ എത്രയും പെട്ടെന്ന് അയക്കും. അൺടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം സന്ദീപ് ബാലകൃഷ്ണൻ. ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്തേക്കണേ.